ഫുട്ബോൾ ലോകം മറ്റൊരു ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് കടക്കുകയാണ്. പ്രീമിയർ ലീഗിൽ പോരാട്ടം കനക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ 7 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിവർപൂളാണ്. റെഡ്സിന് 18 പോയിന്റ് ഉണ്ട് 7 മത്സരങ്ങളിൽ നിന്ന്. തൊട്ടു പിന്നിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആർസണലുമാണ് ഉള്ളത്. രണ്ട് ടീമുകൾക്കും 17 പോയിന്റ് വീതമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതുവരെയുള്ള മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു 3 കോണേഡ് കോൺടെസ്റ്റിലേക്കാണ്, ടൈറ്റിൽ റേസ് ഒരു 3 കോണേഡ് കോൺടെസ്റ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇത് ഏർലി സിറ്റുവേഷൻ ആണ്, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ ഒരു മാരത്തൺ പോലെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ സീസണിന്റെ തുടക്കത്തിൽ ഒരു ഹോട്ട് ഫേവറേറ്റ്സ് ആയി കണ്ടിരുന്ന രണ്ട് ടീമുകൾ മാഞ്ചസ്റ്റർ സിറ്റിയും ആർസണലുമായിരുന്നു. ഇത്തവണയും ഒരു കിരീട പോരാട്ടം, അതായത് കഴിഞ്ഞ 2 വർഷങ്ങളിന് സമാനമായി ഈ രീതിയിലുള്ള ഒരു പോരാട്ടം, അതായത് മാഞ്ചസ്റ്റർ സിറ്റിയും ആർസണലും തമ്മിലായിരിക്കും ഒരു പോരാട്ടം എന്നുള്ള രീതിയിലായിരുന്നു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്നാൽ ഇത്തവണ ലിവർപൂളും വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. ലിവർപൂൾ നിലവിൽ ഇപ്പം തുടർച്ചയായ 2ാമത്തെ ആഴ്ചയും അവർക്ക് ലീഡ് നിലനിർത്താൻ സാധിച്ചു. അതായത് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചു. ഒരു പോയിന്റിന്റെ വ്യത്യാസമാണെങ്കിലും സൈക്കോളജിക്കലി ആ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ടോട്ടലി കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ നോക്കുമ്പോൾ ലിവർപൂളിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു മത്സരം മാറ്റി നിർത്തുകയാണെങ്കിൽ, അതായത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെയുള്ള ഒരു അപ്രതീക്ഷിത പരാജയം മാറ്റി നിർത്തുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങളും അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അല്പം ആധികാരികമായ രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പം അർനെ സ്ലോട്ട് വന്നപ്പോൾ, പുതിയ കോച്ച് വന്നപ്പോൾ, ക്ലോപ്പ് ഇറക്കിയ ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. പുതിയൊരു കോച്ചാണ്, സെറ്റിൽ ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. പക്ഷേ ക്ലോപ്പിന്റെ അതേ രീതിയിൽ തന്നെ, അതായത് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ടീമിന് അതേ രീതിയിൽ അതേ ശൈലിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ലോട്ടിന് സാധിക്കുന്നുണ്ട്. കാരണം ക്ലോപ്പ് അത്രയും മികച്ചൊരു ടീമിനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് അർനെ സ്ലോട്ടിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ടീമിനെ സെറ്റ് ചെയ്യാൻ സാധിച്ചു. താരങ്ങൾക്കാണെങ്കിൽ സ്ലോട്ടിന്റെ ശൈലിയും ക്ലോപ്പിന്റെ ശൈലിയും തമ്മിൽ വലിയൊരു വ്യത്യാസവുമില്ല. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ലിവർപൂളിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്രീമിയർ ലീഗിലെ അടുത്ത റെഡ്സിന്റെ എതിരാളികൾ വരുന്നത് ചെൽസിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർസണലുണ്ട്, പിന്നെ ബ്രൈറ്റൺ, മാഞ്ചസ്റ്റർ സിറ്റി, ന്യൂകാസിൽ. അടുപ്പിച്ച് പ്രീമിയർ ലീഗിലെ മത്സരങ്ങളൊക്കെ വമ്പന്മാരുമായിട്ടാണ്. അപ്പം ശരിക്കും ഒരു ടെസ്റ്റ് വരാൻ പോകുന്നത് ലിവർപൂളിനെ സംബന്ധിച്ച് ഇനിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏർലി വിലയിരുത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു ഏർലി അനാലിസിസിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതുവരെയുള്ള ഒരു പ്രകടനം നോക്കുമ്പോൾ ലിവർപൂൾ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിലവിൽ നമുക്ക് പറയാൻ പറ്റും ലിവർപൂൾ ഇത്തവണ ഒരു വലിയ വെല്ലുവിളി തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കും ആർസണലിനും നൽകുമെന്നുള്ള കാര്യം. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് അവർ ഇപ്പം തുടർച്ചയായ 2 സമനിലകൾക്ക് ശേഷം വീണ്ടും വിജയവഴിയിൽ എത്തിയിരിക്കുകയാണ്. ഫുൾഹാമിനെതിരെ നല്ലൊരു മത്സരമായിരുന്നു. 3-2 വിജയമാണ് സിറ്റി സ്വന്തമാക്കിയത്. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചു, പിന്നീട് ഒരു ഗോൾ കൂടെ നേടിയാണ് അവർ ആ ഒരു വിജയം സ്വന്തമാക്കിയത്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് റോഡ്രിയുടെ അഭാവം, കെവിൻ ഡിബ്രൂയിനയുടെ അഭാവം അവരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ അങ്ങനെയാണെങ്കിലും കൊവാസിച്ചൊക്കെ ആ റോഡ്രിയുടെ റോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. കൊവാസിച്ച് 2 ഗോളൊക്കെ നേടി ആ ഒരു ടീമിന്റെ വിജയത്തിൽ ഒരു വലിയ റോള് വഹിച്ചിട്ടുണ്ട്. പിന്നെ ആർസണലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർസണലും മികച്ചൊരു വിജയമാണ് നേടിയത്. സതാംപ്ടനെ 3-1 ആർസണൽ തോൽപ്പിച്ചത്. ആർസണൽ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചിരുന്നു. അപ്പം വീണ്ടും ആ ഒരു വിജയത്തിന്റെ വഴി തന്നെയാണ് ആർസണൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരങ്ങളും ആർട്ടേറ്റയുടെ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ ടീമുകളുമായുള്ള മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിക്കേണ്ടത് ആർസണലിന് അത്യാവശ്യമാണ്. കാരണം ടൈറ്റിൽ റേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ ചെൽസിയും ആസ്റ്റൺ വില്ലയും, ഈ 2 ടീമുകളും അത്യാവശ്യം നല്ലൊരു വെല്ലുവിളി ഇത്തവണ ഈ ടോപ്പ് 3ക്ക് നൽകുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ ചെൽസിയെ സംബന്ധിച്ച് അല്പം നിരാശാജനകമായിരുന്നു ഈ ആഴ്ചയിലെ റിസൾട്ട്. തുടർച്ചയായുള്ള 3 വിജയങ്ങൾക്ക് ശേഷം മറസ്കയുടെ ടീമിന് ഒരു സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 1-1 സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ചെൽസിയെ സമനിലയിൽ തളച്ചത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈ സീസണിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു ടീമാണ്. അവരെ തോൽപ്പിക്കാൻ ചെൽസി നന്നായിട്ട് കളിച്ചെങ്കിൽ പോലും അവർക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. പിന്നെ ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം, അതായിരുന്നു ഈ ആഴ്ചയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു പോരാട്ടം. പ്രത്യേകിച്ച് ടെൻഹാഗിന്റെ ഭാവി ഇങ്ങനെ ഒരു ഇരുണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ടെൻഹാഗിനെ ഈ ഒരു മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ പുറത്താക്കുമോ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ടെൻഹാഗ് താൽക്കാലികമായി രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. മത്സരം സമനിലയാവുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നില്ല. കാരണം ആസ്റ്റൺ വില്ലയെ വില്ലാ പാർക്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരിടുമ്പോൾ നല്ലൊരു മത്സരം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആസ്റ്റൺ വില്ലയെ നിരാശപ്പെടുത്തി. കാരണം അവർ ചാമ്പ്യൻസ് ലീഗിൽ ബയേണിനെയൊക്കെ പരാജയപ്പെടുത്തി വന്നതായിരുന്നു. അപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പിനനുസരിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ ഭാഗത്തു നിന്ന് കാര്യമായ അവസരങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ യുണൈറ്റഡ് ആണെങ്കിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിച്ചു. പിന്നെ അതിനൊപ്പം തന്നെ 2-3 മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു. ബ്രൂണോയ്ക്ക് ഒരു അവസരം ലഭിച്ചിരുന്നു, അത് പോസ്റ്റിൽ തട്ടി ഗോളാകാതെ പോയി.
പിന്നെയും ഗർനാച്ചോനൊക്കെ സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. യുണൈറ്റഡ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. അവർക്ക് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, നീക്കങ്ങൾ നടത്തുന്നു, പക്ഷെ ഒന്നും ഗോളിൽ കലാശിക്കുന്നില്ല. ആകെ ഇപ്പം 7 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 5 ഗോൾ മാത്രമാണ് യുണൈറ്റഡിന് അടിക്കാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോൾ 14ാം സ്ഥാനത്താണ് റെഡ് ഡെവിൾസ്. യുണൈറ്റഡിനെ സംബന്ധിച്ച് വളരെ ദയനീയമായൊരു അവസ്ഥ തന്നെയാണ്. ഇത് ഏറ്റവും മോശമായൊരു സ്റ്റാർട്ടാണ് അവരുടെ ചരിത്രത്തിൽ. ഇപ്പം 14ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിന് ഇനിയും ഒരു 2 മത്സരങ്ങളൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ റെലഗേഷൻ ആ ഒരു ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സോണിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ 2 മത്സരങ്ങൾ ജയിക്കാൻ സാധിച്ചാൽ, തുടർച്ചയായിട്ട് ജയിക്കാൻ സാധിച്ചാൽ 10ന് മുകളിലേക്ക്, അതായത് വീണ്ടും കുറച്ച് ഒരു 4ഓ 5ഓ സ്ഥാനത്തേക്കൊക്കെ എത്താനുള്ളൊരു പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ എങ്ങനെ വരും എന്നുള്ള അറിയില്ല. കാരണം ടെൻ ഹാഗിൻ്റെ ഭാവി ഒന്നാമത് ഇങ്ങനെ ഒരു അൺസർട്ടൻ ആയിട്ട് നിൽക്കുന്നു. അത് സംബന്ധിച്ചൊരു തീരുമാനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് യുണൈറ്റഡിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ എമിലിയാനോ മാർട്ടിനസിൻ്റെ പെർഫോമൻസ് ആസ്റ്റൺ വില്ലയ്ക്ക് ഇപ്പോൾ ഓരോ മത്സരത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം യുണൈറ്റഡിനെതിരെയും അദ്ദേഹത്തിൻ്റെ 2-3 തകർപ്പൻ സേവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആഴ്ചയിലെ ഒരു ടോട്ടൽ നമുക്ക് തോന്നുന്ന ഒരു അനാലിസിസ്. അപ്പോൾ എന്തായാലും വരും മത്സരങ്ങൾ, അതായത് നെക്സ്റ്റ് റൗണ്ടുകളിലൊക്കെ പോരാട്ടം കൂടുതൽ കനക്കും. ഇനി വമ്പൻ പോരാട്ടങ്ങളൊക്കെയാണ് വരുന്നത്. വലിയ ടീമുകൾ ഏറ്റുമുട്ടുന്ന മത്സരങ്ങളൊക്കെ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ ലിവർപൂളിൻ്റെ ഒരു പെർഫോമൻസ് ഇതവർക്ക് നിലനിർത്താൻ സാധിക്കുമോ? ഈ ഒരു കൺസിസ്റ്റൻസി ആർനെ സ്ലോട്ടിൻ്റെ ടീമിന് നിലനിർത്താൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.